നമസ്കാരം. ചിതറിക്കപ്പെട്ട കുഞ്ഞാടുകളെ അറുക്കാൻ കാത്തിരിക്കുന്ന സിനഡ് മെത്രാന്മാരാണ് സീറോ മലബാർ സഭയിലേത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതാനും വർഷങ്ങളായി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് പീഡനങ്ങൾ ഏറ്റുവാങ്ങി സഭയോടൊപ്പം നിന്ന വിശ്വാസികളെ വഞ്ചിച്ചത് സീറോ മലബാർ സഭാ നേതൃത്വമാണ്. വിമതരുടെ നിലനിൽപ്പ് എപ്പോഴെല്ലാം അപകടത്തിലാകുമെന്ന തോന്നലുണ്ടാകുമോ അപ്പോഴെല്ലാം സിനഡ് മെത്രാന്മാർ ചേർത്തുപിടിക്കൽ, സാവകാശം, അജപാലന പ്രതിസന്ധി എന്നീ ഭംഗി വാക്കുകളുടെ മറവിൽ അവർക്ക് കച്ചിത്തുരുമ്പുകൾ എറിഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. എല്ലാം ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വാസികളെ ആവർത്തിച്ച് നുണകൾ പറഞ്ഞു പറ്റിച്ച വിമതർ അവസാനം സെമിനാരിയിലെ വിമതർക്കൊപ്പം തന്നെ നിന്നു. സഭാ നേതൃത്വത്തിലുള്ള പ്രഗത്ഭരും അല്ലാത്തവരുമായ വിമതരുടെ സ്വഭാവ വൈകൃതങ്ങൾ അവരെ ഒറ്റക്കെട്ടായി തന്നെ നിലനിർത്തുന്നു എന്ന് പറയാം. അക്രമകാരികളായ അനുസരണക്കേട് മാത്രം കാണിക്കുന്ന വൈദികർ മെത്രാൻ സ്ഥാനത്തേക്കും മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനത്തേക്കുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പരിണത ഫലമാണിത്. ഇനിയും ഈ മെത്രാന്മാരെ വിശ്വസിച്ച് ഏകീകൃത കുർബാന എന്നും പറഞ്ഞു നടക്കുന്ന വിശ്വാസികൾ എറണാകുളം അതിരൂപതയിൽ ഉണ്ടെന്നതാണ് ഏറെ അതിശയം. ആരെങ്കിലും വിളിക്കുമ്പോൾ അവരുടെ വാക്ക് കേട്ട് സ്വന്തം ജോലിയും വീടും ഇട്ടെറിഞ്ഞു വരുന്നവരെ സഭാ നേതൃത്വവും സഭാനുകൂല സംഘടനകളും വഞ്ചിക്കുകയാണെന്ന് അവർ എന്നും മനസ്സിലാക്കുമെന്നറിയില്ല. സഭാവിശ്വാസികൾ എന്ന പേരിൽ കുറച്ചുപേർ കുരിശും പിടിച്ച് എന്തിനു വേണ്ടിയാണ് തങ്ങൾ ഇവിടെ നിൽക്കുന്നതെന്ന് പോലും അറിയാതെ കോലം കെട്ടി നിൽക്കുന്നത് ആർക്കു വേണ്ടിയാണ്? ഇങ്ങനെ നടത്തുന്ന സമരാഭാസങ്ങളുടെ ഗുണഭോക്താവ് ആരാണ്? എന്തിനാണ് മെത്രാന്മാർ സഭാനുകൂലികൾ നടത്തുന്ന സമരങ്ങളിൽ ഏകീകൃത കുർബാനയോ മെത്രാന്മാരുടെ രാജിയോ ആവശ്യപ്പെട്ടിട്ടുള്ള ബാനറുകളും പോസ്റ്ററുകളും പാടില്ലെന്ന് രഹസ്യ നിർദ്ദേശം നൽകിയത്? സഭാനുകൂല സംഘടനകൾ നടത്തുന്ന പ്രതിഷേധ സമരങ്ങൾ റോമിൽ അറിയാതിരിക്കാൻ ചരടുവലികൾ നടത്തുന്നവരെ തന്നെ മുൻനിരയിൽ നിർത്തി തങ്ങളുടെ കാര്യങ്ങൾ കാണുന്ന സഭാ നേതൃത്വത്തിന് വിശ്വാസികളെ എത്ര നാൾ വിഡ്ഢികളാക്കാൻ കഴിയുമെന്ന് കാണാം. അതിരൂപതയിൽ കൂണുപോലെ മുളച്ചു പൊങ്ങിയ സഭാനുകൂല സംഘടനകളൊക്കെ ഇപ്പോൾ എവിടെയാണ്? സ്വന്തം കാര്യസാധ്യത്തിനായി വിശ്വാസികളെ ചിതറിച്ച് ചെന്നായ്ക്കൾ കിട്ടുകൊടുത്ത മെത്രാന്മാർക്ക് കാലമൊരിക്കലും മാപ്പ് നൽകുകയില്ല.